ശ്രീ പി എസ് ഗോപകുമാർ, ഒരു സർവകലാശാലയിലെ രജിസ്ട്രാറുടെ റോളും റെസ്പോൺസിബിലിറ്റിയും എന്താണ്? രജിസ്ട്രാർ പരമാധികാരിയാണോ? വൈസ് ചാൻസലറുടെ അനുമതിയും അംഗീകാരവും ഇല്ലാതെ രജിസ്ട്രാർക്ക് സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കാനാവുമോ? സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം സർവകലാശാലയുടെ പരമാധികാരി എന്ന് പറയുന്നത് ചാൻസലറാണ്. കേരള സർവകലാശാലയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് കേരളത്തിലെ ഗവർണറാണ് നിലവിൽ കേരള സർവകലാശാലയുടെ ചാൻസലർ. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ അടിയന്തരമായിട്ട് ഇടപെടാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള അധികാരം സർവകലാശാലയുടെ ചാൻസലറിൽ, അതായത് ഗവർണറിൽ നിക്ഷിപ്തമാണ്. ഗവർണറുടെ നിർദ്ദേശാനുസരണം ഇടപെടാനുള്ള അധികാരം പിന്നീട് ഉള്ളത് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർക്കാണ്. വൈസ് ചാൻസലറുടെ അറിവോ സമ്മതമോ ഇല്ലാതെ രജിസ്ട്രാർക്ക് സർവകലാശാലയുടെ ഇത്തരം കാര്യങ്ങളുടെ ഇടപെട്ട് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് എന്റെ വിശ്വാസം, എന്റെ ധാരണ. എന്നാൽ ഇവിടെ സംഭവിച്ചത് അങ്ങനെയല്ല. ഇവിടെ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ബഹുമാനപ്പെട്ട ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ സിൻഡിക്കേറ്റിന്റെ തീരുമാനം ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രജിസ്ട്രാർ ഇടപെടുകയും ആ വേദിയിൽ വന്ന് പത്രക്കാരോട് സംസാരിക്കുകയും ഇതിന്റെ അനുമതി ക്യാൻസൽ ചെയ്യുന്നു എന്ന് പത്രക്കാരോട് സംസാരിക്കുകയും മാത്രമല്ല ആ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി രാജ്ഭവനിൽ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങി നിന്ന ചാൻസലറെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഈ പരിപാടിക്കുള്ള അനുമതി റദ്ദാക്കി എന്ന ആദ്യ വാക്കാലും പരിപാടി തീരുന്ന മുറയ്ക്ക്, അല്ലെങ്കിൽ ആ പരിപാടി തുടങ്ങി അതിന്റെ സുഗമമായ നടത്തിപ്പിന്റെ ഇടയിൽ ഒരു കത്ത് മെയിൽ ചെയ്തിട്ടുള്ളതായിട്ടുമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് രജിസ്ട്രാർ സ്വന്തം നിലയിൽ ചെയ്തതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് അദ്ദേഹത്തിന് അധികാരമില്ലാതും രജിസ്ട്രാറിന്റെ കടമകളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാം. സർവകലാശാലയുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുവാനുള്ള ഒരു ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം സ്വമേധയാ അല്ല ഈ തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്നാണ് എന്റെ വിശ്വാസം. അവിടെ സമാന്തരമായിട്ട് സർവകലാശാലയുടെ സെനറ്റ് ഹാളില് ഈ പരിപാടിയുടെ തയ്യാറെടുപ്പിനിടയിൽ കടന്നു വന്ന രജിസ്ട്രാർ ഇടപെടുന്ന സമയത്ത് തന്നെ സമാന്തരമായിട്ട് സർവകലാശാലയുടെ കവാടത്തിൽ ഏതാനും ചില ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ തരത്തിൽ മാധ്യമങ്ങളോട് ഈ പരിപാടി അനുവദിക്കില്ല എന്നുള്ള നിലയിൽ വെല്ലുവിളികളും മറ്റും നടത്തുന്നതായിട്ടും നമ്മുടെ ശ്രദ്ധപ്പെടുകയുണ്ടായി. അത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് തത്സമയം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവിടെ സമരത്തിന് തയ്യാറായിട്ട് ചില വിദ്യാർത്ഥികളും യുവജനങ്ങളും അല്ലാത്തവരും ഒക്കെ സംഘടിച്ചിട്ടുള്ളത്. അവിടെ ഒരു കലാപ സാമ്യമായ അന്തരീക്ഷം സർവകലാശാലയുടെ ഗേറ്റിന് പുറത്ത് ഉണ്ടായി. അപ്പൊ ഒരേ സമയത്ത് സർവകലാശാലയുടെ ഗേറ്റിന് പുറത്ത് വിദ്യാർത്ഥികളെ സമരത്തിന് പ്രേരിപ്പിച്ച് ചാൻസലർ പങ്കെടുക്കുന്ന പരിപാടി, ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി അലങ്കോലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഏതാനും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രവർത്തിച്ചു. അതേപോലെ തന്നെ സെനറ്റ് ഹാളില് ഈ പരിപാടിയുടെ സജ്ജീകരണത്തിനിടയിൽ ബഹുമാനപ്പെട്ട രജിസ്ട്രാറും ഇടപെടുകയുണ്ടായി. ഇത് ഒരു ആസൂത്രിതമായ നീക്കമാണ്. രജിസ്ട്രാർ സ്വന്തം നിലയിൽ അല്ല ഈ ഇടപെടൽ നടത്തിയതെന്നും ഏതാനും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ താല്പര്യവും തീരുമാനവും നിർദ്ദേശവും പാലിച്ചുകൊണ്ടാണ് രജിസ്ട്രാർ ഈ തരത്തിൽ ഇടപെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗോപകുമാർ, ഈ ഡോക്ടർ കെ എസ് അനിൽകുമാർ, രജിസ്ട്രാർ, കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ പശ്ചാത്തലം എന്താണ്? അദ്ദേഹം എന്റെ അടുത്ത പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരാളാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയമുള്ള ഒരാൾ കൂടിയാണ്. അദ്ദേഹം സ്വന്തം നിലയിൽ ഈ തരത്തിൽ അഗ്രസീവായിട്ടൊരു പൊളിറ്റിക്കൽ പ്രവർത്തനം നടത്തുന്നയാള് ആയിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഞാൻ പഠിച്ച എന്റെ സമീപത്തെ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം ഈ തരത്തിൽ രജിസ്ട്രാർ എന്നുള്ള ചുമതലയിലേക്ക് സർവകലാശാലയിലേക്ക് മാറ്റപ്പെട്ടത്. അപ്പൊ ഈ സമയത്ത് പൊളിറ്റിക്കൽ ചിന്താഗതി ഉണ്ടാകാം, പക്ഷെ പ്രകടമായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് എക്സ്റ്റൻഷൻ കൊടുത്തതല്ലേ? രണ്ടാം വട്ടവും രജിസ്ട്രാറായി തുടരാനുള്ള ആ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തില്ലേ അല്ലേ? എക്സ്റ്റൻഷൻ കൊടുത്തു. ഈ സിൻഡിക്കേറ്റ്, നിലവിലുള്ള സിൻഡിക്കേറ്റിന്റെ ഒരു യോഗത്തിലാണ് ഞാനടക്കം എന്റെ ഒപ്പമുള്ള ഡോക്ടർ വിനോദ് കുമാർ ടി ജി നായർ സാറും ഞാനും ഞങ്ങളുടെ വിയോജനക്കുറിപ്പോട് കൂടിയാണ്, അതായത് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണോ എന്ന് ഉറപ്പില്ലാത്ത ഒരു സന്ദർഭത്തിലാണ് വളരെ ധൃതി പിടിച്ചിട്ടാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗമായ ശ്രീ മുരളീധരൻ നായർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച്
ഈ സിൻഡിക്കേറ്റ് യോഗം നീണ്ടുപോകുന്നു, അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ടത് 60 ദിവസത്തിലൊരിക്കലാണ് എന്നുള്ള ആ ക്ലോസ്, ആ കണ്ടീഷൻ മറികടക്കുന്നു, വൈസ് ചാൻസലർ മറികടക്കുന്നു എന്നുള്ള ഒരു ആരോപണം കോടതിക്ക് മുന്നിൽ വെക്കുകയും അങ്ങനെ ഒരു കേസുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ഭാഗത്ത് നടക്കുന്നു. കേസിന്റെ വിധിയുടെ ഭാഗമായിട്ടല്ല, പക്ഷെ ആ സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ യോഗം വിളിക്കുകയും യോഗത്തിൽ തിരക്കുകൂട്ടി ഈ അജണ്ട വരികയും ആ സമയത്ത് ആ ചർച്ചയിൽ ഞങ്ങള് കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ പുനർനിയമനം നൽകുന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിയമോപദേശം തേടണം, അതുപോലെ തന്നെ ആ കാര്യത്തിൽ സൂക്ഷ്മമായ ഒരു സ്ക്രൂട്ടണി ആവശ്യമുണ്ട്. ഈ നിലപാടാണ് ഞങ്ങൾ എടുത്തത്. പാടില്ല എന്ന ആ സമയത്ത് പറഞ്ഞില്ല, പക്ഷെ കൃത്യമായിട്ട് ചട്ടങ്ങളും വ്യവസ്ഥകളും പാലിക്കപ്പെട്ടുകൊണ്ട് വേണം പുനർനിയമനം നൽകാൻ എന്നുള്ള നിലപാടാണ് ഞങ്ങൾ എടുത്തത്. പക്ഷെ ഞങ്ങളുടെ ആ നിലപാടിനെ മറികടന്നുകൊണ്ട് മൃഗീയമായ സിൻഡിക്കേറ്റിലെ അവരുടെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് തിരക്ക് പിടിച്ചാണ് അദ്ദേഹത്തിന് പുനർനിയമനം നൽകാൻ തീരുമാനമെടുത്തത്.